ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കി ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ലെന്നും കപ്പൽ ഗതാഗതം നിലച്ചിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. കപ്പൽ ഗതാഗതം നിയന്ത്രിച്ചത് പ്രതിരോധം എന്ന നിലയിൽ മാത്രമാണ്. ഇറാനെ ആക്രമിക്കുന്ന ശത്രുപക്ഷത്തുള്ളവർക്ക് മാത്രമാണ് വിലക്ക്. അമേരിക്കയും ഇസ്രായേലിനെയും കടന്നുപോകാൻ അനുവദിക്കില്ല. കൂടുതൽ അപകടം ഒഴിവാക്കാൻ കൂടിയാണ് നിയന്ത്രണം. ഇറാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവർക്ക് കടന്നുപോകാം. ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുകയാണ് G7. ചർച്ചകൾ തുടങ്ങിയതായി ഫ്രഞ്ച് പ്രസിഡന്റും അറിയിച്ചു. തന്ത്രപ്രധാനമായ ജലപാതയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ ഇറാനുമായുള്ള സഹകരണം പ്രധാനമാണെന്നും അലി മൗസവി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയതിനു പിന്നാലെയാണ് നിർണായക പ്രതികരണം പുറത്തുവന്നത്. 48 മണിക്കൂറാണ് ഹോർമൂസിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ട്രംപ് നൽകിയിരിക്കുന്ന സമയം. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണം, അല്ലെങ്കിൽ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശത്തെ നേരിടേണ്ടി വരും. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറക്കുന്നതിൽ നടപടി വേണം, അല്ലെങ്കിൽ അമേരിക്ക ഇറാന്റെ വിവിധ ഊർജ്ജ നിലയങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കും. ഏറ്റവും വലിയ ഒന്നിൽ നിന്നാകും തുടക്കം. ഇതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് പങ്കുവച്ച പോസ്റ്റിലുള്ളത്. ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന വ്യാപാര കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനും ഇറാന് നീക്കമുണ്ട്. ഈ പദ്ധതികളെക്കുറിച്ച് ഇറാൻ പാർലമെന്റ് ചർച്ച ചെയ്യുകയാണെന്നും റിപ്പോർട്ടുണ്ട്. ഈ പദ്ധതി നടപ്പായാൽ ഹോർമൂസ് ജലപാതയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകാൻ തീരുവ നൽകേണ്ടി വരും. സംഘർഷമില്ലാത്ത സാഹചര്യങ്ങളിൽ ദിവസവും 100 അല്ലെങ്കിൽ 140 കപ്പലുകൾ ഹോർമൂസിലൂടെ കടന്നുപോകാറുണ്ട്. വർഷത്തിൽ 30,000 കപ്പലുകൾ കടന്നുപോകുന്നു. ഇതിൽ പകുതിയും എണ്ണയും LPGയുമെല്ലാം നിറച്ച ടാങ്കറുകളാണ്. ചൈനീസ് കപ്പലുകൾക്ക് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവാദമുണ്ട്. ഇറാന്റെ 91% എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. മാർച്ച് 1 മുതൽ 18 വരെ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോയത് 105 കപ്പലുകൾ മാത്രമാണ്. ദിവസം ശരാശരി 56 കപ്പലുകൾ. ഇവയെല്ലാം ക്രൂഡ്, LPG, LNG പോലുള്ള ഇന്ധനങ്ങളടങ്ങിയ ടാങ്കറുകളായിരുന്നു. ഇന്ത്യയുടെ 2 കപ്പലുകളാണ് ഈ കാലയളവിൽ ഹോർമൂസിലൂടെ കടന്നുപോയത്. ടാങ്കറുകളല്ലാത്ത കപ്പലുകളുടെ കടന്നുപോക്ക് ഏതാണ്ട് ഇല്ലാതായിട്ടുമുണ്ട്. ഇറാൻ പാർലമെന്റിൽ അടച്ചിട്ട ചർച്ചകളാണ് നടക്കുന്നത്. യുദ്ധകാല സ്ഥിതിഗതികളായതിനാലാണ് മാധ്യമങ്ങളെയടക്കം ഒഴിവാക്കി പാർലമെന്റ് ചേർന്നത്. US-ഉമായുള്ള നയതന്ത്ര നീക്കങ്ങളെ സംബന്ധിച്ചും പാർലമെന്റ് ചർച്ച ചെയ്യുന്നതായാണ് വിവരം. ഇറാനിയൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവർ പാർലമെന്റിന്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. അടച്ചിട്ട മുറിയിൽ നടന്ന സെഷനിൽ നയതന്ത്ര പ്രതിരോധ വിഷയങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു. ഇതിനിടെ ജപ്പാന്റെ എണ്ണ വിതരണ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ US-ഉമായി ബന്ധമുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കും എന്നും മേഖലയിലെ ജലശുദ്ധീകരണശാലകൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ഇറാൻ അമേരിക്കൻ ഭീഷണിക്ക് മറുപടിയായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെ 16,000 ടൺ LPGയുമായി ഒരു കപ്പൽ കഴിഞ്ഞ ദിവസം മംഗളൂരുവിൽ എത്തിയിരുന്നു. സിംഗപ്പൂർ പതാകയേന്തിയ ചരക്ക് കപ്പലായ പിക്സിസ് പയനിയറാണ് മംഗളൂരു തുറമുഖത്ത് നങ്കൂരമിട്ടത്. അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ഫെബ്രുവരി 14 യാത്ര തിരിച്ച കപ്പലാണിത്. 47,236 ടൺ ഭാരമുള്ള ഈ ടാങ്കർ മംഗളൂരു തുറമുഖത്ത് 13-ാം നമ്പർ ബർത്തിലാണ് അടുപ്പിച്ചത്. മംഗളൂരുവിലെ ഏജീസ് ഗ്യാസ് സംഭരണ യൂണിറ്റിലേക്ക് കപ്പലിൽ എത്തിച്ച് ഗ്യാസ് മാറ്റുന്ന പ്രക്രിയ ആരംഭിച്ചെന്ന് ന്യൂ മംഗളൂരു തുറമുഖ അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വാതകം ഇറക്കിയത് പൂർത്തിയായ ശേഷം കപ്പൽ മടങ്ങി. വരും ദിവസങ്ങളിൽ കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ ഗ്യാസ് എത്തുമെന്നാണ് സൂചന. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വ്യാപാര വഴികളിലൊന്നാണ്. ഏറ്റവും ചുരുങ്ങിയ ഭാഗത്ത് ഏകദേശം 33 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഭൗമശാസ്ത്രപരമായി ചെറുതാണെങ്കിലും ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം ഈ കടൽവഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം ദിവസേന ഏകദേശം 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നുണ്ട്. ഇത് ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം 1/5 ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശം കൂടുതൽ സങ്കീർണമായ സംഘർഷങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇറാൻ, ഇസ്രായേൽ, US എന്നിവ തമ്മിലുള്ള സംഘർഷ സാധ്യതകൾ വർദ്ധിക്കുന്നത് ഈ കടൽവഴിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഈ കടലിടുക്കിലൂടെയുള്ള വ്യാപാരം തടസ്സപ്പെടുകയാണെങ്കിൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.